മിക്ക കലാകാരന്മാരെയും സമൂഹത്തിന് ശ്രദ്ധിക്കപ്പെടാതെ അവരുടെ കഴിവുകളെ മറഞ്ഞിരിക്കുന്ന കലാകാരന്മാരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പത്രമാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ചിത്രകാരൻ നമ്പൂതിരി സാറിന്റെ ഒരു ചിത്ര പ്രദർശനത്തോടു കൂടി മാർച്ച് 8 മുതൽ 18 വരെ വീണ്ടും ഗാലറിയിൽ ആരംഭിക്കുകയാണ്. ഗാലറി കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലാണ്. അതായത് ഗാന്ധി എംപോറിയത്തിന്റെ തൊട്ടടുത്തായി 2900 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഗാലറിയാണ്. അവിടെ 8 മുതൽ 18 വരെ ഈ പ്രദർശനം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇത് ഗുരുകുലം സഹകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ പ്രദർശനം നടത്തുന്നത് ഏഷ്യൻ ആർട്ട് ഗാലറി കൂത്തുപറമ്പാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, സുരേഷ് കൂത്തുപറമ്പ്. 2 തവണ അക്കാദമിയുടെ വൈസ് ചെയർമാൻ, മാഹി കലാഗ്രാമത്തിലെ അധ്യാപകൻ എന്ന നിലയിലും ശ്രദ്ധേയമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ധാരാളം ചിത്രങ്ങള് ഇന്ന് ഇന്ത്യക്ക് പുറത്തുള്ള ഗാലറികളിൽ പ്രദർശനത്തിനുണ്ട്. അദ്ദേഹം അധ്യാപകനായിട്ടുണ്ടായിരുന്നു. ആ പീരീഡിൽ ക്ലാസ്സിൽ വന്ന് ചെയ്തു തന്ന വർക്കുകളാണ് ഇത്. പൂർണ്ണമായിട്ടും ചാർക്കോളിൽ രചിച്ച വർക്കുകളാണ്. അതായത് 4 അടി 2 അടി വലിപ്പമുള്ള ഫ്രെയിം ചെയ്ത 30 ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത്. ഇതിൽ കൂടാതെ കാഞ്ചന സീതയുടെ സെറ്റ്, അതായത് അന്നത്തെ സെറ്റ് അദ്ദേഹം ക്ലാസ്സിൽ വെച്ച് മെമ്മറിയിൽ ചെയ്തു തന്ന 12 ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ബൃഹത്തായി ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് കോഴിക്കോട് നഗരത്തിൽ, പ്രത്യേകിച്ച് ബാബുവിന്റെ ഗാലറിയിൽ വെച്ച് നടക്കുന്നത്. കാരണം 2 വർഷത്തോളം കൂട്ടിയിട്ട ഗാലറി റീ ഓപ്പൺ ചെയ്യുന്ന ഒരു വലിയ എക്സിബിഷനാണിത്. പിന്നെ അദ്ദേഹത്തിന്റെ മകനാണ് ഈ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്ത വിനുരാജ് കലാപീഠം, അദ്ദേഹത്തിന്റെ 40 മിനിറ്റുള്ള നമ്പൂതിരിയെക്കുറിച്ച് ഡോക്യുമെന്ററി പ്രദർശനവും അന്നുണ്ടായിരിക്കുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മളെ ദേശീയ വനിതാ ദിനമാണ് മാർച്ച് 8-ന്. അന്ന് ദേശീയ തലത്തിൽ ഒരു വനിതാ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു ദേശീയ ചിത്ര പ്രദർശനം ഓൺലൈനായി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഒരു ഏറ്റവും നല്ല ചിത്രകാരിക്ക്, പ്രത്യേകിച്ച് ചിത്രകാരി മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ലേഡിക്ക്, ദിനകുമാരി എന്ന് പറയുന്ന അവർക്ക് ഒരു അവാർഡ് ദാനവും കൂടി അന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്